ബേപ്പൂർ അഴീക്കൽ തീരത്തിന് സമീപം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന വാൻഹായ് 503 ചരക്ക് കപ്പലിലെ രക്ഷാദൌത്യത്തിൽ നിർണായകമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 24-ലൂടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഇത് കാണാം. തീ അണയ്ക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഇന്ന് തീയുടെ കാഠിന്യം അല്പം കുറഞ്ഞിട്ടുണ്ട് എന്ന് ആണെങ്കിലും പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിലെ സാഹചര്യം എന്താണ് എന്ന വിവരങ്ങളുമായി ദീപക് ധർമ്മടം നമ്മളോടൊപ്പം ചേരുന്നു. ദീപക്, ഇന്നും ഈ തീ അണയ്ക്കൽ ദൗത്യം, ഫയർ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്നത്തെ പുരോഗതി എന്താണ്? തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് തീയുടെ കാഠിന്യം അല്പം കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. നേരിയ മഴ ആ പ്രദേശത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? ഈ കാണുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വാൻഹായ് 503 ചരക്ക് കപ്പലിലെ രക്ഷാദൗത്യത്തിന്റെ ദൃശ്യങ്ങളാണ്. തീ അണയ്ക്കാൻ വേണ്ടി നടത്തുന്ന തീവ്ര ശ്രമങ്ങളുടെ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദീപക് ധർമ്മടം, ഞങ്ങളുടെ പ്രതിനിധി, ഇതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അല്പസമയത്തിനകം. ദീപക്, എന്താണ് ഈ രക്ഷാദൗത്യത്തിന്റെ പുരോഗതി? ഗോപികൃഷ്ണൻ, രക്ഷാദൗത്യം ഒരു നിർണായക ഘട്ടത്തിലെത്തി എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. കാരണം കഴിഞ്ഞ 3 ദിവസങ്ങൾ നമ്മൾ ആശങ്കയോടുകൂടി ഈ രക്ഷാപ്രവർത്തനത്തെ നോക്കിക്കാണുകയായിരുന്നു. ഒരുപക്ഷെ സമീപകാലത്ത് ഇന്ത്യൻ സേന, അതായത് ഇന്ത്യയുടെ കോസ്റ്റൽ സേന, നാവികസേനയും അതുപോലെ കോസ്റ്റ് ഗാർഡും നേരിട്ട ഒരു ശ്രമകരമായ രക്ഷാദൗത്യമായിരുന്നു ഇത് എന്നുള്ളതാണ്. കാരണം ഇന്ന് 3 കോസ്റ്റ് ഗാർഡിൻ്റെ വലിയ ഷിപ്പുകൾ, അതായത് സചേത്, അതുപോലെ സമർത്ത്, അതുപോലെ സമുദ്രപ്രഹരി, ഈ 3 ഷിപ്പുകൾ ഒരേ സമയത്ത് പ്രവർത്തിച്ചു. അതിൽ സമുദ്രപ്രഹരി ആണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ പ്രവർത്തനം കൂടി ഒരുമിച്ച് നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തീയുടെ ഗതിയിൽ കുറവ് വന്നിരിക്കുന്നു, തീയുടെ തീവ്രതയിൽ കുറവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നത്. കാരണം ഏതാണ്ട് പുക മാത്രമായിരിക്കുന്നു, ഒരിടത്തു മാത്രമായി തീ മാറുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് 2ആയി മാറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ നാവൽ ഇന്റലിജൻസ് നൽകുന്നത്. അതായത് മാർക്കോസ്, മറൈൻ കമാൻഡോസ് ഉൾപ്പെടെയുള്ളവർ വളരെ കൃത്യമായി അവിടെ സത്ലജിൽ പോയി ഒരു പരീക്ഷണം നടത്തിയിരുന്നു, കൃത്യമായ ഒരു പരിശോധന നടത്തിയിരുന്നു. വിദഗ്ധ സംഘവുമായാണ് പോയത്. അതുകൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറിയിൽ ഈ ടാങ്കിലേക്ക് തീ പോയി കഴിഞ്ഞാൽ, ഫ്യൂൽ ടാങ്ക് പുറകിലാണ്, പുറകിലേക്ക് തീ പോയിരുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റി എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ അറബിക്കടലിൻ്റെ ആവാസ വ്യവസ്ഥ പോലും തകരുന്ന വിധത്തിലുള്ള ഒരു ഭീകരമായ ഒരു ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചു എന്നുള്ള ആശ്വാസത്തിന്റെ സൂചനകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ. കപ്പലിന് പിന്നിലെ ബങ്കർ ടാങ്കുകളിൽ തീ ഉണ്ടോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനമായി നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ആശങ്ക. കാരണം അവിടെ ടൺ കണക്കിനുള്ള ഹെവി ഫ്യൂൽ ഓയിൽ ഉണ്ട്, ഡീസൽ ഉണ്ട്. അതുകൊണ്ട് ബങ്കർ ടാങ്കറിൽ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ സ്ഫോടനം ഉണ്ടാകും എന്നതായിരുന്നു ആശങ്ക. ആ ഒരു ആശങ്ക പൂർണ്ണമായി നീങ്ങി എന്ന് പറയാം, അല്ലേ? ഗോപി, അങ്ങനെ വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം ഈ ഘട്ടത്തിൽ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ ടീമുമായി സംസാരിക്കുന്ന സമയത്തും അവർ പറഞ്ഞത് ഒരു നിർണായക ഘട്ടം പിന്നിട്ടു എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ അപ്പർ ഡെക്കിൽ നിന്നും ലോവർ ഡെക്കിലേക്കും, അതിൽ നിന്നും എഞ്ചിൻ റൂമിലേക്കും, അതുപോലെ ഈ ഗോപി പറഞ്ഞതുപോലെ ഈ പുറകിലത്തെ ടാങ്കർ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ടാങ്കർ ഏരിയ ആണ്. ഒന്നതിൻ്റെ ഈ എഞ്ചിൻ ഫ്യൂവൽ, അതുപോലെ തന്നെ റിസർവ് ഫ്യൂവൽ. അപ്പോൾ ഈ ടാങ്കറിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും കപ്പൽ പൊട്ടിത്തെറിക്കും. അത് ഈ അറബിക്കടലിൽ നമ്മുടെ കേരള തീരത്ത് ഒരു വലിയ ആവാസ വ്യവസ്ഥ പ്രതിസന്ധി തന്നെ ഉണ്ടാകും. കാരണം അത്രമേൽ വലിയ പൊല്യൂഷൻ ഉണ്ടാകും. മാത്രവുമല്ല, ഇതിലെ കണ്ടെയ്നറിലെ കണ്ടന്റ് സംബന്ധിച്ച് വളരെ കൃത്യമായി ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഹൈലി ഇൻഫ്ലമേബിളായ, പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ള മാരക വസ്തുക്കളുണ്ട്. അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ്, വിഷം കലർന്ന, പോയിസൺ കലർന്ന രാസഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ അത് മത്സ്യബന്ധനത്തെ മാത്രമല്ല, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ, ഒരുപക്ഷെ സമുദ്രത്തിൽ നിന്നും വലിയ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അത്തരത്തിൽ എല്ലാ രീതിയിലും അത് തിരിച്ചടിയാകും നമുക്ക്, കേരളത്തിന്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള സംസ്ഥാനമായ കർണാടകത്തെയും ലക്ഷദ്വീപിനെയും ഒക്കെ അത് ബാധിക്കും. അത്തരത്തിലുള്ളൊരു ബാധയിൽ നിന്നും നമ്മൾ തൽക്കാലം കഷ്ടിച്ച് രക്ഷപ്പെടുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഗോപി, ശരി. ദീപക് ധർമ്മടമാണ് ഈ തീയണക്കൽ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദൃശ്യങ്ങൾ പങ്കുവച്ചത്.